Once again, welcome back to KC's Classes. KC's Classesന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCom BBA തേർഡ് സെമസ്റ്റർ എക്സാംസിലെ അവസാനത്തെ എക്സാമാണ് നെക്സ്റ്റ് നടക്കാൻ പോകുന്നത്. BCom തേർഡ് സെമസ്റ്റർ സ്റ്റുഡൻസിൻ്റെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്. ഈ ഒരു സബ്ജക്റ്റിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം BCom BBA സ്റ്റുഡൻസിന് ഓൺലൈനായിട്ട് എക്സാം ഓറിയൻറ്റഡ് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. എല്ലാ സെമസ്റ്ററിലെയും പ്രോബ്ലം പേപ്പേഴ്സിൻ്റെ ക്ലാസ്സസ് അവൈലബിൾ ആണ്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിൻ്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ക്ലാസ് കേട്ട് ഡൗട്ടുള്ളത് എപ്പോൾ വേണമെങ്കിലും ചോദിക്കുകയും ചെയ്യാം. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികളെ എത്രയും പെട്ടെന്ന് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഇനി വരുന്ന 6th 4th ഇതിൻ്റെ ഒക്കെ ക്ലാസ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. സോ നമ്മുടെ സബ്ജക്റ്റ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻ്റ് ആണ്. നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്ന ഒരു പേപ്പർ തന്നെയാണ്. 5 മൊഡ്യൂളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും കുട്ടികളുടെ ഭാഗത്ത് നിന്ന് വരുന്ന 2 ചോദ്യങ്ങൾ, essay ചോദ്യങ്ങൾ ഏതൊക്കെ മൊഡ്യൂളിൽ നിന്നാണ് വരിക, അതുപോലെ തന്നെ ഏതൊക്കെ മൊഡ്യൂൾസ് കൂടുതൽ ഫോക്കസ് ചെയ്യണം, ഏറ്റവും കൂടുതൽ പെർസെൻറ്റേജ് ഓഫ് മാർക്സ് വരുന്ന മൊഡ്യൂൾസ് ഏതൊക്കെയാണ്, അത് എപ്പോഴും ചോദിക്കുന്നതാണ്. അതാദ്യം തന്നെ പറയാണ്. അപ്പോൾ നമ്മുടെ 5 മൊഡ്യൂളാണ്. നമുക്കറിയാം 4 essay നമുക്ക് വരും. സോ 4 essayയിൽ എപ്പോഴും 2 essay വരെ പലപ്പോഴും ആദ്യത്തെ മൊഡ്യൂളിൽ നിന്ന് വരാറുണ്ട്. ദാറ്റ് മീൻസ് ദി മോസ്റ്റ് ക്രൂഷ്യൽ മൊഡ്യൂൾ എന്ന് പറയുന്നത് ഫസ്റ്റ് മൊഡ്യൂൾ തന്നെയാണ്. ഏറ്റവും കൂടുതൽ മാർക്സ് നമ്മൾ പ്രതീക്ഷിക്കുന്ന മൊഡ്യൂൾ ഫസ്റ്റ് മൊഡ്യൂളാണ്. ഞാൻ പറഞ്ഞു 2 essay, അതുപോലെ തന്നെ 2 മാർക്സിൻ്റെ ചോദ്യങ്ങൾ ഒരുപാട്, അതുപോലെ തന്നെ 5 മാർക്സിൻ്റെ ചോദ്യങ്ങളും ഒരുപാട് വരുന്നൊരു മൊഡ്യൂളാണ് ആദ്യത്തെ മൊഡ്യൂൾ. സോ ഫസ്റ്റ് മൊഡ്യൂൾ നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ച് അവസാനിപ്പിക്കണം. പിന്നെ essay ആയിട്ട് ഇപ്പോൾ മൊഡ്യൂൾ നമ്പർ 3യിൽ നിന്ന് പെർഫോമൻസ് അപ്രൈസലിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള essay റിപ്പീറ്റ് ആയിട്ട് വരുന്ന ഒന്നാണ്. ദാറ്റ് മീൻസ് മൊഡ്യൂൾ നമ്പർ 3യിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. മൊഡ്യൂൾ നമ്പർ 5 ലാസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് ഗ്രീവൻസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള essay എപ്പോഴും റിപ്പീറ്റ് ആയിട്ട് വരുന്നതാണ്. ദാറ്റ് മീൻസ് 1, 3, 5 ഈ 3 മൊഡ്യൂൾസിൽ നിന്നാണ് essay ചോദ്യങ്ങൾ എപ്പോഴും കണ്ടുവരാറ്. ആദ്യത്തെ മൊഡ്യൂളിൽ നിന്ന് ഒരു 2 essay, ബാക്കി ഈ പറഞ്ഞ 3, 5 ഈ മൊഡ്യൂൾസിൽ നിന്ന് മറ്റ് essays ഇടാറാണ് പതിവ്. ഓക്കെ, ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു. ദെൻ ഞാൻ പറഞ്ഞു ഏറ്റവും കൂടുതൽ പെർസെൻറ്റേജ് ഓഫ് മാർക്സ് വരുന്നത് ആദ്യത്തെ മൊഡ്യൂളിൽ നിന്ന് തന്നെയാണ് കേട്ടോ. ഓക്കെ, ദെൻ നമുക്കറിയാം ഈ പറയുന്ന സബ്ജക്റ്റിൽ ഒരു 2 വർഷമായിട്ട് വന്നുള്ള മാറ്റം എന്ന് പറയുന്നത്, ആദ്യ കാലഘട്ടത്തിലെ HRM എന്ന് പറയുന്ന സബ്ജക്റ്റിൽ റിപ്പീറ്റ് ആയിട്ട് വരുന്ന essay ചോദ്യങ്ങളോ അതുപോലെ തന്നെയുള്ള ചോദ്യങ്ങളോ ഒന്നല്ല ഇപ്പോൾ വരുന്നത്. ചെറിയൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അതെപ്പോഴും നിങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പഠിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ മൊഡ്യൂൾസിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസിലോട്ട് പോവാണ്. റിപ്പീറ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഒരുപാടുള്ളൊരു മൊഡ്യൂളാണ് ആദ്യത്തെ essay. ഞാൻ പറഞ്ഞു ബേസിക് ചോദ്യങ്ങൾ തന്നെ വരും. സോ ആദ്യം ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്താണ് എന്നുള്ളത് നിങ്ങൾ നിർബന്ധമായും പഠിച്ചിരിക്കണം. അതിൻ്റെ കൺസെപ്റ്റ്, ഒരു ഡെഫിനിഷൻ നോക്കിയിരിക്കണം. ദെൻ സ്കോപ്പ് ഓഫ് HRM. നമുക്ക് essayക്ക് ഇപ്പോൾ HRMൻ്റെ സ്കോപ്പ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു essay നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് നിർബന്ധമായും നോക്കിയിരിക്കണം. അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് ഓഫ് HRM. അപ്പോൾ എക്സ്പ്ലെയിൻ സ്കോപ്പ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ബേസിക് ചോദ്യങ്ങൾ പലപ്പോഴും essayക്ക് ഇടാറുള്ളതാണ്. ബേസിക്കായിട്ട് HRMനെ റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ചോദ്യം എപ്പോഴും ഏതെങ്കിലും ഒരെണ്ണം മാറി മാറി ഇടുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. ഒബ്ജക്റ്റീവ്സ് ഉണ്ട്, വേണമെങ്കിൽ അത് 5 മാർക്കിൻ്റെ ചോദ്യമായിട്ടും ചോദിക്കാം. ഒബ്ജക്റ്റീവ്സ്, ഫങ്ഷൻസ്, അപ്പോൾ ഇമ്പോർട്ടൻസ്, അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ്സ്, ഫങ്ഷൻസ്, സ്കോപ്പ്, ഇതൊക്കെ നോക്കിയിരിക്കണം. ഇതിലേതെങ്കിലും ഒരെണ്ണം മാറി മാറി ചോദിക്കാറുള്ളതാണ്. റിപ്പീറ്റ് ആയിട്ട് വരുന്ന ചോദ്യങ്ങളിൽ ഒന്നാണ് കേട്ടോ, സ്കിപ്പ് ചെയ്യരുത്. ഇനി നെക്സ്റ്റ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റും പേഴ്സണൽ മാനേജ്മെൻറ്റും തമ്മിലുള്ള ഡിഫറൻസ് 5 മാർക്കിൻ്റെ ചോദ്യമായിട്ട് വരാറുള്ളതാണ്, നോക്കിയിരിക്കണം. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റും പേഴ്സണൽ മാനേജ്മെൻറ്റും തമ്മിലുള്ള ഡിഫറൻസ് കേട്ടോ. ദെൻ HRP ആണ്, അല്ലെങ്കിൽ മാൻ പവർ പ്ലാനിങ് ആണ് നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയ. അതിൽ നിന്ന് essay ചോദ്യങ്ങൾ പലപ്പോഴും വരാറുള്ളതാണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് അല്ലെങ്കിൽ മാൻ പവർ പ്ലാനിങ്ങിനെ റിലേറ്റ് ചെയ്തിട്ട്. അപ്പോൾ എന്താണ് HRP അല്ലെങ്കിൽ മാൻ പവർ പ്ലാനിങ് നോക്കിയിരിക്കണം. അതിൻ്റെ ഫീച്ചേഴ്സ് നിർബന്ധമായും നോക്കിയിരിക്കണം. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ഫീച്ചേഴ്സ്, നീഡ്, സ്റ്റെപ്സ്. essayക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞു HRMനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു essay
നമുക്ക് വേണമെങ്കിൽ പ്രതീക്ഷിക്കാം ഒരെണ്ണം. അതിൽ ഇവല്യൂഷൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒബ്ജക്റ്റീവ്സ്, ഇമ്പോർട്ടൻസ്, സ്കോപ്പ്, ഫങ്ഷൻസ്, ഇതിൽ ഏതെങ്കിലും രണ്ടെണ്ണം മിക്സ് ചെയ്തിട്ടുള്ള ഒരു എസ്സേ. ഇനി അത് ചോദിച്ചില്ല എന്ന് വയ്ക്കുക, അത് മിക്കതും ചോദിക്കും. അതിൻ്റെ കൂടെയും ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു എസ്സെയാണ് മാൻ പവർ പ്ലാനിങ് അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്താണ്, അതിൻ്റെ നീഡ്, സ്റ്റെപ്സ്, ഇങ്ങനത്തെ ഒരു ചോദ്യം മാൻ പവർ പ്ലാനിങ്ങിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, റിപ്പീറ്റ് ആയിട്ട് വരുന്നതാണ്. ടെക്നിക്സ് ഓഫ് മാൻ പവർ പ്ലാനിങ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടോപ്പിക് ഉണ്ട്. അതിലെ ചില ടെക്നിക്കുകൾ ചില സമയത്ത് 2 മാർക്കിൻ്റെ ചോദ്യമായിട്ട് ചില സമയത്ത് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ മാൻ പവർ പ്ലാനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. HRMൻ്റെ ബേസിക് പറഞ്ഞ കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്, നിർബന്ധമായും പഠിച്ചിരിക്കണം കേട്ടോ. ഇനി നെക്സ്റ്റ് ടോപ്പിക്സ് എന്ന് പറയുന്നത് റിക്രൂട്ട്മെൻറ്റും സിലക്ഷനുമാണ്. ആദ്യ കാലഘട്ടത്തിൽ SIക്കൊക്കെ ചോദിക്കുന്ന ഒരു ടോപ്പിക്കായിരുന്നു. ബട്ട് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യം 5 മാർക്കിൻ്റെ ചോദ്യമായിട്ട് പലപ്പോഴും കണ്ടുവരാറുണ്ട്. അത്രയ്ക്ക് സ്കോപ്പാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. എന്താണ് റിക്രൂട്ട്മെൻറ്റ്? 2 മാർക്കിൻ്റെ ചോദ്യമായിട്ട് ചോദിക്കാം. ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്നത് 5 മാർക്കിൻ്റെ ചോദ്യമായിട്ടും വരാറുണ്ട്. ഇത്രയാണ്. പിന്നെ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് നോക്കാം. ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഇൻറ്റേർണൽ ഉണ്ട്, സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ്, അതാണ് സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ്. ഇൻറ്റേർണലും ഉണ്ട്, എക്സ്റ്റേണലും ഉണ്ട്. അത് 5 മാർക്കിൻ്റെ ചോദ്യമായിട്ടാണ് നമ്മളിപ്പോൾ കണ്ടുവരുന്നത്. അതാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഒരു ട്രെൻഡിൽ റിക്രൂട്ട്മെൻറ്റിൽ നിന്ന് ചോദിക്കുന്നത് കേട്ടോ. അത് നിങ്ങൾ നിർബന്ധമായി നോക്കിയിരിക്കണം. അതിന് ശേഷം വരുന്ന സിലക്ഷനാണ്. ശരിക്കും സിലക്ഷനിൽ നിന്നൊക്കെ ആദ്യം എസ്സേ വരാറുള്ളതാണ്. ബട്ട് ഒരു 3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ അതിനൊരൊറ്റ ചോദ്യം വരുന്നില്ല. ഓക്കെ, നിങ്ങൾക്ക് നോക്കാമെന്ന് മാത്രം. സിലക്ഷൻ എന്താണ്, ദെൻ അതിൻ്റെ ഉള്ളിലുള്ള പല കാര്യങ്ങളും നമുക്ക് സെപ്പറേറ്റ് ഓരോ മാർക്കിനെ നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെയുണ്ട്. ഓക്കെ, സിലക്ഷൻ പ്രൊസീജിയർ ആദ്യ കാലഘട്ടത്തിൽ SC ചോദ്യമായിരുന്നു. ദെൻ ഇതിൻ്റെ ഉള്ളിലുള്ള പല ടെസ്റ്റുകൾ, ഇൻ്റർവ്യൂ, ഇതൊക്കെ നമുക്ക് 2 മാർക്കിൻ്റെ ചോദ്യമായിട്ട് ഇപ്പോൾ വരുന്നുണ്ട്. അതാണ് ഇപ്പോഴത്തെ എന്താണ് ലേറ്റസ്റ്റ് ട്രെൻഡ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ സിലക്ഷൻ എന്താണെന്ന് നോക്കുക. ദെൻ അതിൻ്റെ ഉള്ളിലുള്ള പല കാര്യങ്ങൾ, ഇപ്പോൾ ജോബ് അനാലിസിസ് ഈ പറയുന്ന സിലക്ഷൻ പ്രോസസ്സിലുള്ളതാണ്, ചോദിക്കുന്നുണ്ട്. സെപ്പറേറ്റ് ജോബ് അനാലിസിസ് എന്താണ്, സെപ്പറേറ്റ് എടുത്ത് ചോദിക്കുന്നതാണ്. ദെൻ അതിനുശേഷം അതിൻ്റെ ഉള്ളിലുള്ള ഇപ്പോൾ പേഴ്സണൽ ഇൻ്റർവ്യൂ എന്താണ്, 2 മാർക്കിൻ്റെ ചോദ്യമായിട്ട്. ഗ്രൂപ്പ് ഡിസ്കഷൻ എന്താണ്, 2 മാർക്കിൻ്റെ ചോദ്യം. ടെസ്റ്റ് നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടെസ്റ്റിൽ ഏതെങ്കിലും ഒരെണ്ണം 2 മാർക്കിൻ്റെ ചോദ്യമായിട്ട് റിപ്പീറ്റാണ്. ഇപ്പോൾ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്താണ്, ഇമോഷണൽ കോഷ്യൻ്റ് എന്താണ്, അച്ചീവ്മെൻറ്റ് ടെസ്റ്റ്, സിറ്റുവേഷണൽ ടെസ്റ്റ്, പേഴ്സണാലിറ്റി ടെസ്റ്റ്, പോളിഗ്രാഫ് ടെസ്റ്റ്, മൾട്ടി ഡൈമെൻഷണൽ ടെസ്റ്റ്, ഇങ്ങനെ പല ടെസ്റ്റുകളിൽ ഏതെങ്കിലും ഒരെണ്ണം 2 മാർക്കിൻ്റെ ചോദ്യമായിട്ട് റിപ്പീറ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ സ്കോപ്പാണ് ഇപ്പോൾ ഇതിൽ വരുന്നത്. അതുപോലെ തന്നെ ഇൻ്റർവ്യൂ, അതിൻ്റെ താഴെ നോക്കിയാൽ കാണാൻ സാധിക്കും. അതിൽ പലതരത്തിലുള്ള ഇൻ്റർവ്യൂ ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒരെണ്ണം ഏതെങ്കിലും 2 മാർക്കിൻ്റെ ചോദ്യമായിട്ട് ഇപ്പോൾ വരുന്നുണ്ട്. ഇപ്പോൾ എന്താണ് ബേസിക് കൺസെപ്റ്റ് ഓഫ് ഇൻ്റർവ്യൂ, അങ്ങനെ എടുത്ത് ചോദിക്കാം. ദെൻ പ്രൊമോഷൻ ഇൻ്റർവ്യൂ, ഇൻഫോർമൽ ഇൻ്റർവ്യൂ, ഫോർമൽ ഇൻ്റർവ്യൂ, അങ്ങനെ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻ്റർവ്യൂസ് കാണാൻ സാധിക്കും. അതിൽ ഏതെങ്കിലും ഒരെണ്ണം 2 മാർക്കിൻ്റെ ചോദ്യമായിട്ട് വരുന്നുണ്ട്. ബിഹേവിയർ ഇൻ്റർവ്യൂ, സ്ട്രെസ് ഇൻ്റർവ്യൂ, അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ പുതിയ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. റിപ്പീറ്റ് ചോദ്യം മറ്റൊരെണ്ണം, ഹാലോ ഇഫക്റ്റ് എന്താണ്, നിർബന്ധമായും പഠിച്ചിരിക്കണം. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്, ഹാലോ ഇഫക്റ്റ്. ഓക്കെ, ഇനി കണ്ടിന്യൂഷൻ ആയിട്ട് പറയാനുള്ള മറ്റൊരു ചോദ്യമാണ് ഇൻഡക്ഷൻ. 2 മാർക്കിൻ്റെ ചോദ്യമായിട്ടും വരാറുണ്ട്, 5 മാർക്കിൻ്റെ ചോദ്യമായിട്ടും വരാറുണ്ട്. ഇൻഡക്ഷൻ എന്താണ്, ഇൻഡക്ഷൻ പ്രോഗ്രാമിനെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എ ഗുഡ് ഇൻഡക്ഷൻ പ്രോഗ്രാം അത് കവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് 5 മാർക്കിൻ്റെ ചോദ്യമായിട്ട് വരാറുണ്ട്. ഇൻഡക്ഷൻ എന്താണ്, ഓറിയൻറ്റേഷൻ എന്താണ്, രണ്ടിൻ്റെയും കൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വരാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ എന്താണ് കണ്ടുവരുന്ന ടൈപ്പ് ചോദ്യങ്ങൾ കേട്ടോ. ദെൻ പ്രൊമോഷൻ എന്താണ്, ട്രാൻസ്ഫർ എന്താണ്, 2 മാർക്കിൻ്റെ ചോദ്യത്തിൽ വരുന്ന മറ്റ് ചോദ്യങ്ങളാണ്. ഡിമോഷൻ എന്താണ് നോക്കിയിരിക്കണം. ഇതൊക്കെ 2 മാർക്സ് ചോദ്യങ്ങളാണ്. ഇനി ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഏരിയ ആണ് EHRM എന്താണെന്നുള്ളത്. EHRM എന്താണെന്നുള്ളത് 2 മാർക്കിൻ്റെ ചോദ്യത്തിലും പ്രതീക്ഷിക്കാം, 5 മാർക്കിൻ്റെ ചോദ്യത്തിലും പ്രതീക്ഷിക്കാം. ടൈപ്സ് ഓഫ് EHRM നിർബന്ധമായും നോക്കിയിരിക്കണം. ഈ ടൈപ്സിൽ ഓപ്പറേഷണൽ EHRM, അതുപോലെ തന്നെ റിലേഷണൽ EHRM, ട്രാൻസ്ഫോർമേഷണൽ EHRM,
ഇങ്ങനെയൊക്കെ ഉണ്ട്. ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ സെപ്പറേറ്റും 2 മാർക്കിന് ചോദിക്കാം. അപ്പോൾ EHRM വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. EHRMൻ്റെ ആക്ടിവിറ്റീസ് ഉണ്ട്, അത് വേണമെങ്കിൽ 5 മാർക്കിൻ്റെയും നമുക്ക് പ്രതീക്ഷിക്കാം. ഈ റിക്രൂട്ട്മെൻറ്റ് എന്താണെന്നൊക്കെയുള്ള കാര്യങ്ങളും ചോദിക്കാറുള്ളതാണ്. അപ്പോൾ ലാസ്റ്റ് ഈ ഏരിയയിൽ പറഞ്ഞ EHRM അതിൻ്റെ ആക്ടിവിറ്റീസ് ടൈപ്സ് ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. റിപ്പീറ്റ് ചോദ്യമാണ് കേട്ടോ. പല ക്വസ്റ്റ്യൻ പേപ്പറിലും കാണാറുണ്ട് അതിൻ്റെ അഡ്വാൻറ്റേജസ് ഡിസഡ്വാൻറ്റേജസ് ഒക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഈ മൊഡ്യൂള് ഇപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിൽ ഇത്ര കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ മൊഡ്യൂളിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 2 essay മിനിമം വരാറുണ്ട്. അതിൽ റിപ്പീറ്റായിട്ട് കണ്ടുവരുന്ന essay ഇതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ essay ആണ്. HRMൻ്റെ ഫങ്ഷൻസ്, ഇവല്യൂഷൻ, അതുപോലെ തന്നെ സ്കോപ്പ്, ഇമ്പോർട്ടൻസ്, ഇതിലേതെങ്കിലും 2 മിക്സ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യം. ദെൻ മാൻ പവർ പ്ലാനിങ് അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്ങിൻ്റെ സ്റ്റെപ്സ്, അതിൻ്റെ നീഡ്, അതിൻ്റെ ബേസിക് കൺസെപ്റ്റ് ചോദിച്ചിട്ടുള്ള മറ്റൊരു ചോദ്യം. ഈ 2 ചോദ്യങ്ങൾക്കും വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം. പിന്നെ വരുന്ന ഏരിയാസൊക്കെ 5 മാർക്കിൻ്റെയിലേക്കാണ് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത്. അതിൽ ഞാൻ പറഞ്ഞു റിക്രൂട്ട്മെൻറ്റ് എന്താണ്, അതിൻ്റെ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ്, ദെൻ സിലക്ഷൻ്റെ ഉള്ളിലുള്ള പല കാര്യങ്ങളും 2 മാർക്കിൻ്റെ ചോദ്യമായിട്ട്, ഇപ്പോൾ ജോബ് അനാലിസിസ്, ജോബ് സ്പെസിഫിക്കേഷൻ, അതൊക്കെ ഉണ്ട്. നെക്സ്റ്റ് വരാനുള്ള ഏരിയാസിലും അത് കാണാൻ സാധിക്കും. ജോബ് അനാലിസിസ്, അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു ടെസ്റ്റ്, പല ടെസ്റ്റുകളിൽ ഏതെങ്കിലും ഒരു ടെസ്റ്റ് പലപ്പോഴും 2 മാർക്കിൻ്റെ ചോദിക്കാറുണ്ട്. ഹാലോ ഇഫക്റ്റ് എന്താണ്, ഇൻ്റർവ്യൂവിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻ്റർവ്യൂവിൽ ഏതെങ്കിലും ഒരെണ്ണം ചോദിക്കാറുണ്ട്. ഇൻഡക്ഷൻ എന്താണ്, ഓറിയൻറ്റേഷൻ എന്താണ് ചോദിക്കാറുണ്ട്. റിപ്പീറ്റാണ്. EHRM അതിൻ്റെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് ടൈപ്സ് നോക്കിയിരിക്കണം. അപ്പോൾ ദാറ്റ്സ് അബൌട്ട് നമ്മുടെ മൊഡ്യൂൾ നമ്പർ 1 മൊത്തം കാര്യങ്ങൾ. നിങ്ങൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോക്കിക്കോ, മെജോറിറ്റി മാർക്സ് നമുക്ക് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാം കേട്ടോ. മൂവിങ് ടു മൊഡ്യൂൾ നമ്പർ 2, ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻ്റ് ആണ്, HRD. സോ HRD എന്താണ്, 2 മാർക്കിൻ്റെ ചോദ്യത്തിൽ ചോദിക്കാറുണ്ട്, അതിൻ്റെ നേച്ചറും നോക്കിയിരിക്കണം. 2 മാർക്സിൻ്റെ ചോദ്യത്തിൽ ചോദിക്കാറുള്ളതാണ് HRD എന്താണ്, അതിൻ്റെ നേച്ചർ. ദെൻ ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ട്രെയിനിങ്, SAക്ക് ചോദിക്കാറുള്ളതാണ്. അതല്ലെങ്കിൽ അത് 5 മാർക്കിൻ്റെയിലേക്കും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ട്രെയിനിങ് എന്താണ്, നീഡ് ഫോർ ട്രെയിനിങ്, അത് 5 മാർക്കിൻ്റെയിലേക്ക് പ്രതീക്ഷിക്കാം, SAക്കും പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ നമുക്ക് ട്രെയിനിങ് മെത്തേഡ്സ് SAയിൽ പ്രതീക്ഷിക്കാം. ആ ട്രെയിനിങ് മെത്തേഡ്സിൻ്റെ ഉള്ളിലുള്ള പല കാര്യങ്ങളും 2 മാർക്കിൻ്റെ ചോദ്യമായിട്ടും എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പോൾ ട്രെയിനിങ് എന്താണ്, നീഡ് ഫോർ ട്രെയിനിങ് നിർബന്ധമായും പഠിച്ചിരിക്കണം. ട്രെയിനിങ് മെത്തേഡ്സ്, ഓൺ ദ ജോബ് ട്രെയിനിങ് എന്താണ്, ഓഫ് ദ ജോബ് ട്രെയിനിങ് എന്താണ്, 2 മാർക്സിൻ്റെ ചോദിക്കാം. അതിൻ്റെ ഉള്ളിലുള്ള പല കാര്യങ്ങളും ഞാൻ പറഞ്ഞു 2 മാർക്കിൻ്റെ ചോദിക്കും. നമ്പർ 1 കോച്ചിങ് എന്താണ്, 2 മാർക്സ് ചോദ്യം. മെൻറ്ററിങ് എന്താണ്, 2 മാർക്സ് ചോദ്യം. ജോബ് റൊട്ടേഷൻ എന്താണ്, 2 മാർക്സ് ചോദ്യം. അപ്രന്റീസ്ഷിപ്പ് എന്താണ്, ഇതൊക്കെ 2 മാർക്കിന് സെപ്പറേറ്റ് ചോദിക്കാറുണ്ട്. വെസ്റ്റിബിൾ ട്രെയിനിങ് 2 മാർക്സ് ചോദ്യം. ദെൻ സെൻസിറ്റിവിറ്റി ട്രെയിനിങ് 2 മാർക്സ് ചോദ്യം. ട്രാൻസാക്ഷണൽ ട്രെയിനിങ് 2 മാർക്സ് ചോദ്യം. അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോക്കിയിരിക്കണം. റിപ്പീറ്റായിട്ട് വരാറുള്ളതാണ് ഈ ഓൺ ദ ജോബ് ട്രെയിനിങ്ങും ഓഫ് ദ ജോബ് ട്രെയിനിങ്ങിൻ്റെ ഉള്ളിൽ വരുന്ന പല ഈ ടീമുകൾ. റോൾ പ്ലേയിങ് എന്താണ്, കേസ് സ്റ്റഡി എന്താണ്, ഇതൊക്കെ 2 മാർക്കിൻ്റെ ചോദ്യത്തിൽ വരാറുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ എന്താണ് സെപ്പറേറ്റ് ഒരു SAയിലേക്ക് പ്രതീക്ഷിക്കാം. അതല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ 2 മാർക്കിൻ്റെ ചോദ്യമായിട്ട് നമുക്ക് റിപ്പീറ്റായിട്ട് പ്രതീക്ഷിക്കാം കേട്ടോ. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. സോ മൊഡ്യൂൾ നമ്പർ 2 നിന്ന് സാധാരണ ഈ ചോദ്യങ്ങളൊക്കെയാണ് ഏറ്റവും കൂടുതൽ കണ്ടുവന്നിട്ടുള്ളത്. ബാക്കിയുള്ള ഏരിയാസ് അങ്ങനെ കണ്ടുവന്നിട്ടില്ല. പിന്നെ ഉള്ളത് കോമ്പൻസേഷൻ എന്താണ്, അത് നമുക്ക് വരും ചാപ്റ്ററുകളിൽ കാണാനുണ്ട്, അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളാണ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട മൊഡ്യൂൾ നമ്പർ 2 കേട്ടോ. മൂവിങ് ടു നമുക്ക് മൊഡ്യൂൾ നമ്പർ 3 ആണ്, പെർഫോമൻസ് അപ്രൈസൽ. നമുക്ക് എന്തായാലും ഒരുപാട് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം ഈ ഒരു മൊഡ്യൂളിൽ നിന്ന്. ഞാൻ പറഞ്ഞു essay വരാറുണ്ട്, അതുപോലെ തന്നെ 2 മാർക്സ് 5 മാർക്സ് ചോദ്യങ്ങളും പ്രതീക്ഷിക്കാം. സോ പെർഫോമൻസ് അപ്രൈസൽ എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സ്, ഒബ്ജക്റ്റീവ്സ്, ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, മെത്തേഡ്സ് ഓഫ് പെർഫോമൻസ് അപ്രൈസൽ SAക്ക് പ്രതീക്ഷിക്കാം. അതിൻ്റെ ഉള്ളിലുള്ള പല കാര്യങ്ങളും 2 മാർക്കിൻ്റെ ചോദ്യമായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ മെത്തേഡ്സിൽ ട്രഡീഷണലുണ്ട്, മോഡേണുണ്ട്. അതിൽ ഒരുപാട് മെത്തേഡുകളുണ്ട്. ഇപ്പോൾ റാങ്കിങ്, പെയ്ഡ് കമ്പാരിസൺ, ഗ്രേഡിങ്, ഗ്രാഫിക് സ്കെയിൽ, ചെക്ക് ലിസ്റ്റ്, ഇങ്ങനെ പല കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം അല്ലെങ്കിൽ 2 വരെ 2 മാർക്കിൻ്റെ ചോദ്യമായിട്ട് വരാറുണ്ട്. ഇപ്പോൾ പെയ്ഡ് കമ്പാരിസൺ മെത്തേഡ് എന്താണ്, ചെക്ക് ലിസ്റ്റ് എന്താണ്, ഇതൊക്കെ ചോദിക്കാറുള്ളതാണ്. അതുപോലെ തന്നെ MBO, ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്, MBO എന്താണ്,
ദെൻ ബിഹേവിയറൽ ആങ്കേർഡ് റേറ്റിംഗ് സ്കെയിൽ എന്താണ്? ഇതൊക്കെ 2 മാർക്കിൻ്റെ ചോദ്യത്തിൽ വരാറുള്ളതാണ്. അസസ്മെൻറ്റ് സെൻറ്റർ എന്താണ്? അപ്പോൾ നിർബന്ധമായി നോക്കിയിരിക്കണം. ദെൻ അതിൻ്റെ കൂടെ നോക്കേണ്ടതാണ് എസെൻഷ്യൽ റിക്വയർമെൻറ്റ്സ് ഓഫ് പെർഫോമൻസ് അപ്രൈസൽ കേട്ടോ. അപ്പോൾ ഹാലോ ഇഫക്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റിപ്പീറ്റ് ആയിട്ടുള്ള മറ്റൊരു ചോദ്യമാണ്. അപ്പോൾ മെത്തേഡ്സ് ഓഫ് പെർഫോമൻസ് അപ്രൈസൽ ഒരു എസ് ചോദ്യമാണ്. അതിൻ്റെ ഉള്ളിലുള്ള പല മെത്തേഡുകളും നമുക്ക് 2 മാർക്കിൻ്റെ ചോദ്യമായിട്ടും പ്രതീക്ഷിക്കാം. ഓക്കെ, ദാറ്റ്സ് അബൌട്ട് ആ ഒരു ഏരിയ. ഇനി ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മറ്റൊരു ഏരിയ കരിയർ പ്ലാനിങ് ആണ്. 5 മാർക്കിൻ്റെ ചോദ്യത്തിലും 2 മാർക്കിൻ്റെ ചോദ്യത്തിലും നമുക്ക് പ്രതീക്ഷിക്കാം. എന്താണ് കരിയർ പ്ലാനിങ്? നീഡ് ഫോർ കരിയർ പ്ലാനിങ് നിർബന്ധമായും നോക്കിയിരിക്കണം, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. കരിയർ പ്ലാനിങ്ങിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ചോദ്യം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടുവരുന്ന ഒന്നാണ്, അതുകൊണ്ട് സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. അതുപോലെ തന്നെ കരിയർ ഡെവലപ്മെൻറ്റും ചോദിക്കാറുണ്ട്. എന്താണ് കരിയർ ഡെവലപ്മെൻറ്റ്? അതിൻ്റെ മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ കരിയർ പ്ലാനിങ്, കരിയർ ഡെവലപ്മെൻറ്റ് മാറി മാറി വരുന്നതാണ്. ഏതെങ്കിലും ഒരെണ്ണം 5 മാർക്കിൻ്റെ ചോദ്യത്തിൽ പ്രതീക്ഷിക്കാം, 2 മാർക്കിൻ്റെ ചോദ്യത്തിലും പ്രതീക്ഷിക്കാം. അപ്പോൾ ദാറ്റ്സ് അബൌട്ട് മൊഡ്യൂൾ നമ്പർ 3. ഇതിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? പെർഫോമൻസ് അപ്രൈസൽ, അതിൻ്റെ മെത്തേഡ്സ്, എസെൻഷ്യൽ റിക്വയർമെൻറ്റ്സ്. ഈ പറയുന്ന പെർഫോമൻസ് അപ്രൈസൽ അതിൻ്റെ ഉള്ളിലുള്ള മെത്തേഡ്സിൽ ഏതെങ്കിലും 2 എണ്ണം വരെ നമുക്ക് 2 മാർക്കിൻ്റെ ചോദ്യത്തിൽ പ്രതീക്ഷിക്കാം. പിന്നെ കരിയർ പ്ലാനിങ് എന്താണ്, കരിയർ ഡെവലപ്മെൻറ്റ് എന്താണ്, അതിൻ്റെ കൺസെപ്റ്റ് 5 മാർക്കിൻ്റെയിലും 2 മാർക്കിൻ്റെയിലും പ്രതീക്ഷിക്കാം. ഓക്കെ, സോ ദാറ്റ്സ് അബൌട്ട് മൊഡ്യൂൾ നമ്പർ 3. മൂവിങ് ടു മൊഡ്യൂൾ നമ്പർ 4. സോ മൊഡ്യൂൾ നമ്പർ 4ൽ നിന്ന് ചില സമയത്ത് SCQ ഇടാറുണ്ട്. കോമ്പൻസേഷൻ മാനേജ്മെൻ്റ് ആണ്. സോ എന്താണ് കോമ്പൻസേഷൻ മാനേജ്മെൻറ്റ് എന്താണെന്നുള്ള 2 മാർക്കിൻ്റെ ചോദ്യത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ദെൻ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് വേജസ് അല്ലെങ്കിൽ കോമ്പൻസേഷൻ എന്ന് പറയുന്നതാണ് ഒരു SCQ എന്ന് പറഞ്ഞിട്ട് നമുക്കിതിൽ ഇടാൻ സാധ്യതയുള്ളത്. ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. അത്ര തന്നെയാണ് ഈ ചാപ്റ്ററിൽ നോക്കാനുള്ളത്, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ആ ഒരു ചോദ്യം തന്നെ കേട്ടോ. അപ്പോൾ കോമ്പൻസേഷനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒറ്റ ചോദ്യം. പിന്നെ ടൈപ്സ് ഓഫ് കോമ്പൻസേഷനിൽ ഏതെങ്കിലും ഒരെണ്ണം വേണമെങ്കിൽ 2 മാർക്കിനെ ചോദിക്കാം. ദാറ്റ്സ് ഓൾ മൊഡ്യൂൾ നമ്പർ 4 കേട്ടോ. ഒരു പ്രാവശ്യം SCQ ഇട്ടിട്ടുണ്ട്, ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് കോമ്പൻസേഷൻ എന്ന് പറയുന്നത്. മൂവിങ് ടു മൊഡ്യൂൾ നമ്പർ 5, ഗ്രീവൻസ് റീഡ്രസൽ. ഒരു 2-3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇട്ടിട്ടുണ്ട് ഗ്രീവൻസ് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. കോസസ് ഓഫ് എംപ്ലോയി ഗ്രീവൻസ് ചോദിക്കാം. അപ്പോൾ ഗ്രീവൻസ് എന്താണ്? 2 മാർക്ക് ചോദ്യം. കോസസ് ഓഫ് എംപ്ലോയി ഗ്രീവൻസ് നിർബന്ധമായി നോക്കിയിരിക്കണം. ദെൻ എസെൻഷ്യൽസ് ഓഫ് എ ഗുഡ് ഗ്രീവൻസ് പ്രൊസീജിയർ 5 മാർക്കിൻ്റെ ചോദ്യത്തിൽ പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ ഗ്രീവൻസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ചോദ്യം എന്താണ് SCQ ചോദിക്കാറുള്ളതാണ് റിപ്പീറ്റായിട്ട്. ദെൻ ആബ്സെൻറ്റിസം എന്താണ്? 2 മാർക്കിൻ്റെ ചോദ്യത്തിൽ പ്രതീക്ഷിക്കാം. കോസസ് ഓഫ് ആബ്സെൻറ്റിസം 5 മാർക്കിൻ്റെ പ്രതീക്ഷിക്കാം. ദെൻ ഡിസിപ്ലിൻ 2 മാർക്സ് ചോദ്യം. ഒബ്ജക്റ്റീവ്സ് ഓഫ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് 5 മാർക്കിൻ്റെ ചോദ്യത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ. പിന്നെ കോഡ് ഓഫ് ഡിസിപ്ലിൻ എന്താണ്? ആ ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് essay നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഗ്രീവൻസ് എന്താണ്, കോസസ് ഓഫ് ഗ്രീവൻസ്, അതുപോലെ തന്നെ എസെൻഷ്യൽ ഓഫ് എ ഗുഡ് ഗ്രീവൻസ് പ്രൊസീജിയർ, അതിൻ്റെ കാര്യങ്ങൾ. ഇതാണ് SCക്കുള്ളൊരു ചോദ്യം. പിന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ആബ്സെൻറ്റിസം, കോസസ് ഓഫ് ആബ്സെൻറ്റിസം, ഡിസിപ്ലിൻ, അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഡിസിപ്ലിൻ. ഇതാണ് നമ്മൾ കൂടെ. പിന്നെ കോഡ് ഓഫ് ഡിസിപ്ലിൻ എന്താണ്? ഇത്ര ചോദ്യങ്ങളാണ് ലാസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത്. അപ്പോൾ മൊത്തം 5 മൊഡ്യൂളും ഫോക്കസ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ മാർക്സ് വരുന്നത് ആദ്യത്തെ മൊഡ്യൂളാണ്. അതാദ്യം ഫിനിഷ് ചെയ്യുക. അതിനുശേഷം ഞാൻ പറഞ്ഞു മൊഡ്യൂൾ നമ്പർ 3 ഫോക്കസ് ചെയ്യണം, മൊഡ്യൂൾ നമ്പർ 5 ഫോക്കസ് ചെയ്യണം, ദെൻ 2, 4 പോവുക. ഈ രീതിയിൽ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കുക. ഓക്കെ, ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലുള്ള ചോദ്യങ്ങൾ, അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടും. ഈ 3 പാർട്ടിലെയും പാർട്ട് എ, പാർട്ട് ബി, പാർട്ട് സിയിലും ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളുടെ വീഡിയോ, ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സ്, ഇതൊക്കെ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്രയും പെട്ടെന്ന് തന്നെ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.